T20 വേൾഡ് കപ്പിന്റെ ആരവം ഇതുവരെയും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും കെട്ടടങ്ങിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ T20 വേൾഡ് കപ്പിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്ലെയേഴ്സിനെ ബന്ധപ്പെട്ട് വരുന്ന ചില കോൺട്രവേഴ്സികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യക്കെതിരെ വന്നിരിക്കുന്ന ഒരു കേസ്. അതായത് പാണ്ഡ്യ ഈ പറയുന്ന ഇന്ത്യയുടെ ദേശീയ പതാക പുതച്ചുകൊണ്ട് തൻ്റെ കാമുകിക്കൊപ്പം ചിലവഴിച്ചു, ഒന്നിച്ചുറങ്ങി, അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് ഡാൻസ് കളിച്ചു, കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് വാർത്തകളാണ് ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യക്കെതിരെ വരുന്നത്. അതുപോലെ തന്നെ ദേശീയ പതാക മോശമായി ഉപയോഗിച്ചു എന്നുള്ള കേസിൽ ഇപ്പോൾ പാണ്ഡ്യക്കെതിരെ കേസെടുക്കണം എന്ന് പറയുന്നവർ വരെയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എതിർപ്പുകളാണ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ നേരിടേണ്ടി വരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഒരു പ്ലെയറായിട്ട് കാണുന്ന സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഇന്ത്യക്ക് ഒരുപാട് സംഭാവന കൊടുത്തിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് T20 വേൾഡ് കപ്പ് വിജയിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉപയോഗിച്ചുകൊണ്ട് മോശമായി തൻ്റെ കാമുകിക്കൊപ്പം ഇടപഴകി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പാണ്ഡ്യക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം നീണ്ടു പോകുമെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന പാണ്ഡ്യക്ക് ഈ പറയുന്ന IPL അതുപോലെ ക്രിക്കറ്റ് വിഭാഗത്തിൽ പുള്ളിക്കാരൻ നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒത്തിരി കേസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംമാരെ ഫൈനും പുള്ളിക്കാരൻ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് അടച്ചു കൂട്ടാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പാണ്ഡ്യയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. പിന്നീട് T20 വേൾഡ് കപ്പിനെ ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കോൺട്രവേഴ്സിയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ശുഭം ഗിൽ പങ്കുവച്ചിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫോട്ടോ. അതായത് ഇന്ത്യ ഈ പറയുന്ന ട്രോഫി ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ ടീമിലെ പ്ലെയേഴ്സ് എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ തൻ്റെ ഇൻസ്റ്റഗ്രാം ID പങ്കുവെച്ചിട്ട് ദി ചാമ്പ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാഗ് ലൈൻ കൊടുത്ത് ശുഭം ഗില്ല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ഇന്ത്യൻ ടീമിൽ ഈ ഒരു വിജയത്തിന് ഏറ്റവും വലിയൊരു പങ്ക് തൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്ത സഞ്ജു സാംസങ്ങിൻ്റെ പടം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ശുഭം ഗിൽ ഈ ഒരു ഫോട്ടോ തൻ്റെ ഇൻസ്റ്റഗ്രാം ID സെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൽ നമ്മുടെ ശുഭം ഗില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ പറയുന്നൊരു കാര്യം, സഞ്ജുവിൻ്റെ ഫേസ് വ്യക്തമായിരുന്നില്ല പല ഫോട്ടോകളിലും, അതുകൊണ്ടാണ് ശുഭം ഗില്ലിൻ്റെ കയ്യിൽ കിട്ടിയ ഫോട്ടോയിൽ സഞ്ജു ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ശുഭം ഗില്ലിന് അത് ഇടാനായിട്ട് പറ്റാത്തതെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. ഈ പറയുന്ന ശുഭം ഗില്ലിനെ ഒഴിവാക്കിയിട്ടാണ് സഞ്ജു സാംസങ്ങിനെ ഈ ഒരു T20 വേൾഡ് കപ്പ് ടീമിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദേഷ്യം ശുഭം ഗില്ലിന് ഉണ്ടാവും എന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അതുപോലെ തന്നെ ശുഭം ഗിൽ പങ്കുവച്ച ആ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ സഞ്ജു സാംസൺ പല ഫോട്ടോകളിലും വ്യക്തമല്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. T20 വേൾഡ് കപ്പിൽ ട്രോഫി വാങ്ങി ചാമ്പ്യൻസ് ആയിട്ട് ഇന്ത്യൻ ടീം നിൽക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ പല ഫോട്ടോകളിലും വ്യക്തമല്ല എന്നുള്ള കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ തന്നെ സഞ്ജു സാംസങ്ങിനെ കാണാൻ പറ്റുന്ന രീതിയിൽ ഫേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോഡി ആയിക്കോട്ടെ എല്ലാം ചില ഫോട്ടോകളിലൊക്കെ ആയിട്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ശുഭം ഗിൽ പങ്കുവെച്ച ഈ ഒരു ഫോട്ടോ വ്യക്തമായിട്ട് നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അതിൽ നിന്ന് സഞ്ജു സാംസങ്ങിനെ വ്യക്തമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് സഞ്ജുവിൻ്റെ പ്രസൻസ് പോലും ആ ഒരു ഫോട്ടോയിലില്ല. ഒരു കൈയോ കാലോ അല്ലെങ്കിൽ ഒരു എത്തി നോക്കുന്ന ക്ലിപ്പോ അങ്ങനെ ഒരു പ്രസൻസും ആ ഒരു ഫോട്ടോയിൽ കൊടുക്കാതെയാണ് ശുഭം ഗിൽ ഈ ഒരു ഫോട്ടോ തൻ്റെ ഇൻസ്റ്റഗ്രാം ID പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഞ്ജു ആരാധകർ പറയുന്ന ഒരു കാര്യം, T20 വേൾഡ് കപ്പിലേക്ക് ശുഭം ഗില്ലിന് സെലക്ഷൻ കിട്ടാതിരുന്നത് സഞ്ജു സാംസങ്ങിനെ എടുക്കാനായിട്ട് വേണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ദേഷ്യം കാരണമാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്താതെ ദി ചാമ്പ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോദനം അറിയിച്ചുകൊണ്ട് ഈ പറയുന്ന ശുഭം ഗിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം ID ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് T20 വേൾഡ് കപ്പിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്